ക്യാപ്പേനോളം. യെസ്. എന്തുകൊണ്ട് മലയാളം സിനിമ എല്ലാ കാലത്തും ഇന്ത്യൻ സിനിമയിൽ, ഇന്ത്യൻ ഡിസ്കഷൻ സ്പേസുകളിൽ ഡിസ്കഷന് വിധേയമാവുന്ന ഒരു ടോപ്പിക്കായി മാറുന്നു? വൈ? എന്തുകൊണ്ടാണെങ്കിലും വൈ മലയാള സിനിമ മാറ്റേഴ്സ് എന്നുള്ളൊരു സംഭവം, അത് കമലഹാസനല്ല, എൻ്റെ കശ്യപല്ല, മലയാള സിനിമയെ പ്രൈസ് ചെയ്യാത്ത മെയിൻ സ്ട്രീം സ്പേസിലുള്ള ആളുകൾ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമ ഡിസ്കഷൻ വിധേയമാവുന്ന മെയിൻ കാരണം എന്താ വെച്ചാൽ, മലയാള സിനിമയിൽ കണ്ടന്റ് ഉണ്ട്, മലയാള സിനിമയിൽ പെർഫോമേഴ്സ് ഉണ്ട്, മലയാള സിനിമയിൽ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള റാപ്പോ ആണെങ്കിലും, ഒരു സ്റ്റാർ പടത്തിൽ വേറൊരു സ്റ്റാർ അഭിനയിക്കുന്നതാണെങ്കിലും, സ്ക്രിപ്റ്റിലുണ്ടാകുന്ന ഡീറ്റെയിലിംഗ് ആണെങ്കിലും, നമ്മൾ ആർട്ട് ഏത് രീതിക്ക് കൺസീവ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. ഈവൻ കുമ്പളങ്ങി നൈറ്റ്സിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ടൈമിൽ, ബെസ്റ്റ് ആർട്ട് ഡയറക്ഷന് കുമ്പളങ്ങി നൈറ്റ്സിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ടൈമിൽ, അതേ വർഷം തന്നെയായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. സംസാരം ഉണ്ടാവും, പക്ഷെ മൈക്കുള്ള കാരണം ഞാൻ ഡൊമിനേറ്റ് ചെയ്യും. ആർട്ട് എന്ന് പറഞ്ഞാൽ ഈ രാജാപ്പാർട്ട് സാധനമാണ്. കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഈ രാജാപ്പാർട്ട് കോസ്റ്റ്യൂമാണ്. ഇതിനൊക്കെ അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ, ഇതൊക്കെയാണ് പരിപാടികൾ എന്നുള്ളൊരു ടെംപ്ലേറ്റ് ആൾക്കാരിലുള്ളതുകൊണ്ടാവണം ആ സമയത്ത് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു. പക്ഷേ ഇതുവരെ മലയാള സിനിമയിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ആർട്ട് ഡയറക്ഷൻ കുമ്പളങ്ങി നൈറ്റ്സിലാണ്. സത്യം പറഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിൽ തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഡീറ്റെയിലിംഗ് പരിപാടികളൊക്കെ ആർട്ടിലുണ്ടാവണം. മരക്കാർ നമ്മൾ കണ്ടതുമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഈ രാജാപ്പാട്ട് സാധനങ്ങളുടെ കാര്യം പറഞ്ഞാൽ വേറെ ഡിസ്കഷനിലോട്ടും പോകേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ, ഏത് സിനിമയിലാണ് മലയാളത്തിൽ ഇച്ചിരി ബ്രേക്കായിട്ട് വരുന്നുണ്ട്. ഈവൻ അരുൺ ചന്തുവിടെ കുറച്ച് സയൻസ് ഫിക്ഷൻ, സോംബി കൈൻഡ് ഓഫ് പരിപാടികൾ, അങ്ങനത്തെ വേറെ ജോൺറയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അജിത് വിനായകാണ് ഫസ്റ്റ് കൊടുത്തത് ഗഗനചാരിയിൽ. പക്ഷേ അങ്ങനത്തെ പരീക്ഷണങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർ ബഡ്ജറ്റ് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇതുവരെ കണ്ടത് വെച്ച് രാജാപ്പാട്ട് പരിപാടികൾക്ക് തന്നെയാണ്, നാടക പരിപാടികൾക്കാണ്. അങ്ങനത്തെ കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ ആർട്ട് സെറ്റപ്പ്. പക്ഷെ ഇപ്പം ബ്രേക്കായി വരുന്നുണ്ട് ലൈറ്റായിട്ട്. കൽക്കിയൊക്കെയാണ് അതിൻ്റെ ഒരു സേവിയറായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ള പടം. അത്ര വലിയ പടമായിട്ട് ഞാൻ പറയാനില്ല, അത്ര മോശം പടമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ കൽക്കിയിലെ ആ മഹാഭാരത സീക്വൻസ്, ഫസ്റ്റത്തെ സീക്വൻസ് ഭയങ്കര കിടുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ മറന്നുപോയി. ഇൻവെസ്റ്റ്മെൻറ്റ് അതിലോട്ട് പോകുന്നുള്ളൂ. വേറെ ഏത് ജോൺറയാണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ബഡ്ജറ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലോട്ട് വരുന്നില്ല. ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലും നോർമൽ ഇന്ത്യൻ്റെ മനസ്സിലും നോർമൽ ഒരു ഓഡിയൻ്റെ മനസ്സിലുണ്ടാവുന്നത് ഈ രാജാപ്പാട്ട് നാടക സാധനമാണ്. അത് മാറുന്നുണ്ട്. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയും ഈ വേറെ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇനീഷ്യൽ ടൈമിലുള്ള സിറ്റുവേഷനും സെയിമാണ്. ഫോർ എക്സാമ്പിൾ ലോകേഷ് കനകരാജിന് മാനഗരം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ആളുടെ ഫസ്റ്റ് പടം. ആ പടം എടുക്കുമ്പം ആൾക്ക് വേറൊരു റിസോഴ്സ് ഇല്ല. മാനഗരം വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. മാനഗരത്തിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ്. എഫേർട്ട് വന്നിട്ടുള്ളത് മാനഗരത്തിൻ്റെ സ്ക്രിപ്റ്റിലാണ്. അതിൽ വേറെ സോക്കോൾഡ് കാസ്റ്റോ വലിയ സോക്കോൾഡ് പരിപാടികളോ ഒന്നുമില്ല. അതുപോലെ തന്നെ മലയാള സിനിമയിലും മെയിൻ പരിപാടി നടക്കുന്നത് സ്ക്രിപ്റ്റിലാണ്. സ്റ്റാർ ഡ്രിവൻ പരിപാടികൾ വളരെ കുറച്ചുള്ളൂ കമ്പാരിറ്റീവ്ലി. ബാക്കി കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് ഡ്രിവൺ ആണ്. ഇനീഷ്യൽ ടൈമിലുള്ള ലോകേഷ് ആണെങ്കിലും ഇക്കൊല്ലത്തെ എൻ്റെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് സിനിമയായിരുന്നു റെട്രോ. പക്ഷേ റെട്രോ വളരെ മോശം സിനിമയാണ്. സുബ്ബണ്ണൻ്റെ അവസ്ഥ അതാണ്, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ രജനീകാന്തിൻ്റെ ആകെ കണ്ട വളരെ കുറച്ച് മൂവീസിൽ 3 മൂവീസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തലപതി പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് പേട്ടയും ശിവാജി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേട്ട പക്ഷേ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെയുള്ളൊരു സങ്കടം എനിക്ക് സ്റ്റിൽ എൻ്റെ ലൈഫ് ലോങ് എന്നെ ഹോണ്ട് ചെയ്യണം പോകുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ മാസ്റ്റർ തൊട്ടിട്ട് പുള്ളിക്കാരന് റിസോഴ്സ് ഭയങ്കരമായിട്ട് കൂടി. പ്രൊഡക്ഷൻ്റെ പ്രശ്നം വന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് എക്സ്ട്രാ എഫേർട്ട് കിട്ടേണ്ട സംഭവങ്ങൾ, അതായത് ഇതിപ്പോൾ സ്ക്രിപ്റ്റ് അത്ര അടിപൊളിയായിട്ട് അത്ര നന്നാക്കി കൊണ്ടുവരേണ്ട ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം അവിടെ വരുന്നില്ല. മാനഗരത്തിലും കൈതിയിലും ഉണ്ടായ സംഭവം പിന്നീട് അങ്ങോട്ടുള്ള മൂവീസിൽ ഉണ്ടാവാതിരിക്കുന്ന സംഭവം ഇനിഷ്യൽ ടൈം ഒന്ന് റൈസ് ആവാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്ട് ഇടും. റിസോഴ്സ് ആയതിനു ശേഷം ലൈറ്റായിട്ട് അങ്ങോട്ട് കുറയ്ക്കും. മലയാള സിനിമയിൽ ഏത് സിനിമ വന്നാലും സെയിം എഫേർട്ട് കുറേയൊക്കെ 90% സിനിമകളിലും ഇവർ ഈ ഫസ്റ്റ് മൂവീസിൽ ഇടുന്ന ഒരു എഫേർട്ട് വരുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ പെർഫോമൻസ് വരെ നമുക്കതിൻ്റെ താഴെ വെക്കാം. ബാക്കിയുള്ള മൂവീസിലൊക്കെ ലാക്ക് ആവുന്നത് സ്ക്രിപ്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് മാറ്റേഴ്സ്. സുബ്ബണ്ണൻ്റെ മെർക്കുറി കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം നടക്കൂല, ഒരു മാങ്ങാത്തിൽ നടക്കൂല, ഒന്നും നടക്കൂല. നീ മെർക്കുറി കണ്ടിട്ടുണ്ടോ?
മെർക്കുറി എന്ന് പറഞ്ഞൊരു പടം നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയൂ. മെർക്കുറി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ പടമാണ്. ഡയലോഗ് ഇല്ലാത്ത മൂവി. ഡയലോഗ് ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ എഴുതി വെക്കുന്നത് ആഷസ് എന്നുണ്ടാവും സാധനം. ഡയലോഗ് ഇല്ലാത്ത പടം തിയേറ്ററിൽ റിലീസ് ചെയ്തു. ആര്? കാർത്തിക് സുബ്രാജ്. ഡയലോഗ് ഇല്ലാത്തൊരു സിനിമ ചെയ്യാൻ വേറെ ആർക്കുണ്ട് ഇവിടെ ഒരു ധൈര്യം? അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ആർക്കുണ്ട് ധൈര്യം? പ്രഭുദേവ അഭിനയിച്ച പടത്തില് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സ്ക്രിപ്റ്റ് മാറ്റേഴ്സ്. അത് ഈ വേട്ടവളേനെ പറഞ്ഞ ഞാൻ അങ്ങനെ പറയില്ല. സ്ക്രിപ്റ്റാണ് നട്ടല്. MTക്ക് ഡിമാൻഡ് ഉണ്ടാവാൻ കാരണം എന്താ? MT ഒരു ഇതിന് നിൽക്കാൻ കാരണം എന്താ? ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റൈറ്റർ ആയതുകൊണ്ടാണ്. MTയുടെ സ്ക്രിപ്റ്റ് അതേപോലെ ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു സാധനം ഒബ്ജക്റ്റ് അവിടെ വെച്ച എല്ലാ ഡീറ്റെയിലിങ്ങും അതിലുണ്ട്, എല്ലാ സംഭവങ്ങളും അതിലുണ്ട്, അതിൽ മാറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈ മാനഗരം മാറ്റേഴ്സ്. സ്ക്രിപ്റ്റ്. സ്റ്റാർസ് പടത്തിൽ വരുമ്പോഴും പ്രൊഡക്ഷൻ്റെ പ്രശ്നം അവിടെ ഇല്ലാണ്ടിരിക്കുമ്പോഴും എല്ലാം കേക്ക് വാക്ക് ആവുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി അവിടെ കുറയുന്നത്. കേക്ക് വാക്ക് പാടില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നല്ല ലോകേഷിൻ്റെ പൊട്ടൻഷ്യലുള്ള സാധനം തന്നെന്ന്. സുബ്ബണ്ണൻ്റെ അടുത്തുനിന്ന് പേട്ട അല്ലെങ്കിൽ ഇരയിവി അല്ലെങ്കിൽ മെർക്കുറി ഇല്ലെങ്കിൽ പിസ്സ അല്ലെങ്കിൽ ജിഗർദണ്ഡ അതുപോലത്തെ പടങ്ങൾ ആ കൈൻഡ് പരിപാടി കാരണം ആഗ്രഹമുണ്ട്. ഞാൻ ഹിന്ദി മൂവീസ് അധികം ഫോളോ ചെയ്യുന്ന ആളല്ല. അത് കാരണം എനിക്ക് ഹിന്ദിയിൽ ഇതുപോലെ പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. ഹിറാനിയുടെ കാര്യം പറയാം. ലാസ്റ്റ് പടം ഈ ഹിറാനി ഡയറക്റ്റ് ചെയ്ത ഒരു മരുഭൂമിയിലൊക്കെ ഇങ്ങനെ പോകുന്ന തപ്സിപ്പന്നൊക്കെ ഉണ്ടെങ്കിൽ ഷാറുഖ് ഖാൻ ഒരു കോമഡി സാധനം ഡങ്കി. ഹിറാനിയുടെ കരിയറിൽ ഏറ്റവും മോശം സിനിമയായിട്ടാണ് ആൾക്കാർ പറയുന്നത് ഡങ്കി. എന്തുകൊണ്ട് ഇതൊക്കെ എന്താ പറ്റിയേ? സുബ്ബരാജാണെ അങ്ങനെ, ലോക്കിയാണെങ്കിൽ ഇങ്ങനെ, ഹിറാണിയാണെങ്കിൽ അങ്ങനെ, അന്റാകശ്യപിനെ എങ്ങനെ. അന്യാകശ്യപിൻ്റെ ആകെ ഞാൻ ഒരു പടം കണ്ടിട്ടില്ല എന്ന് തോന്നി. മോട്ട്വാനിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഭാവേഷ് ജോഷി സൂപ്പർ ഹീറോ, ദപ്പടല്ല ട്രാപ്ഡ്, കൺട്രോൾ. ഇതിപ്പോൾ നമ്മൾ ഫോണിലാണ് എടുക്കുന്നത്. ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. ഷെയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടുമോ? അപ്പം മലയാള സിനിമയും ഇനീഷ്യൽ സ്റ്റേജസിലുള്ള വേറെ ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഏത് സ്പേസിലുള്ള ആൾക്കാരാണെങ്കിലോ ആക്ടേഴ്സ് ആണെങ്കിലോ സ്റ്റാർ ആണെങ്കിലോ അവർക്ക് പ്രശ്നം എന്നത് ഇവിടെയാണ്. അപ്പോൾ റിസോഴ്സ് കൂടുതൽ കിട്ടുമ്പോൾ എഫേർട്ട് ഇടേണ്ട മെയിൻ സാധനം സ്ക്രിപ്റ്റ് അത് ലാക്ക് ചെയ്യണം. അപ്പം മലയാള സിനിമേൻ്റെ പരിപാടിയിൽ നിന്ന് അവർക്ക് കട്ടാവണം. മലയാള സിനിമ എപ്പോഴും എക്സിസ്റ്റ് ആവണം എന്താ? സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ബഡ്ജറ്റ് ഇല്ലെങ്കിലും 0 ബഡ്ജറ്റിൽ പടം എടുക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായ? വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞ്